ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങൾ കോലാലമേട്ടിന് പോകുന്ന വീഡിയോ ആണിത്. അപ്പോൾ കോലാലമേടും അതുപോലെ വാഗമണ്ണിലെ കുറച്ച് ബ്യൂട്ടിഫുൾ പ്ലേസസും അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഒരു ദിവസമാണ്. നമ്മൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 8-8:30 നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഉച്ചക്കത്തേക്കുള്ള ചോറ് നമ്മൾ പൊതിച്ചോറായിട്ട് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ കോലാലമേട്ടിന് പോകുമ്പോൾ അവിടെ മധുരം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഉമ്മച്ചി ചക്കരച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഹൽവ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഈരാറ്റുപേട്ടയിൽ ഉള്ള ഒരു മക്കാമിൽ ഇറങ്ങിയിട്ടാണ് കോലാഹലമേട്ടിൽ പോകുന്നത്. എപ്പോഴും മേട്ടിന് പോകുന്നവർ ഈരാറ്റുപേട്ട വഴിയാണ് പോകുന്നതെങ്കിൽ ആ മക്കബറയിൽ ഇറങ്ങിയിട്ടാണ് കേട്ടോ പോകുന്നത്. അതുവഴി നമ്മൾ പോയപ്പോഴത്തേക്കും വാപ്പിച്ച് നമ്മുടെ കേക്കയുടെ പൊടിയും അജ്മി പൊടിയൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറി ഔട്ട്ലെറ്റ് കാണിച്ചു തന്നു. ഈ അജ്മി ഫാക്ടറി ഔട്ട്ലെറ്റ് മാത്രമായിട്ട് എടുക്കാൻ കഴിഞ്ഞുള്ളൂ. തൊട്ടടുത്ത് തന്നെയാണ് അജ്മി ഓണേഴ്സിൻ്റെ വീടും. വാസ്റ്റ് ഏരിയയിലുള്ള ഒരു വീടാണ്. നമ്മളതിൻ്റെ ഗേറ്റ് ഭാഗം വെറുതെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളതൊക്കെ കഴിഞ്ഞ് ഈരാറ്റുപേട്ടയിലുള്ള പള്ളിയിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ എത്താറായപ്പോഴത്തേക്കും കൊച്ച് നല്ല ഉറക്കമായി. ഇതാണ് ഈരാറ്റുപേട്ടയിലുള്ള പള്ളി. ഞാനും വാപ്പിച്ചും കൊച്ചും അവിടെ ഇറങ്ങി അവിടെ ഒരു യാസീനോദി ദുആ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് ചെറുകടിയൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയി. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇരിക്കാനായിട്ട് സെപ്പറേറ്റ് സ്ഥലമില്ല, ഒരു സ്ഥലമാണ് ഉള്ളത്. മക്കബറ ഞാൻ ശരിക്കും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ, നമുക്ക് കാണത്തില്ല, നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഇതാണ് മെയിൻ എൻട്രൻസ്. ഇതാണ് കേട്ടോ മുന്നിലൂടെ കയറാനുള്ള വഴി. നമ്മൾ പക്ഷേ പുറവശത്തോടെയാണ് കയറിയത്. അവിടെ നമുക്ക് പ്രത്യേകം ഇരിക്കാൻ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്ന് നമുക്ക് യാസീൻ ഒരു ദുആ ചെയ്യാം. യാസീൻ സബീനയും ഖുർആനൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ കയറി യാസീൻ ഒരു ദുആ ചെയ്തു. ഒരുപാട് സമയമൊന്നും അവിടെ ഇരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ പെട്ടെന്ന് തന്നെ ഇറങ്ങി. ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് പാൽ ചായയൊക്കെ തിളപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ചെറുകടി, കുറച്ച് ബേക്കറിയും അതുപോലെ കുറച്ച് ചെറുകടിയൊക്കെ കടയിൽ നിന്ന് മേടിച്ചിട്ട് ഞങ്ങൾ ഇടയ്ക്ക് വഴിയിൽ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു. കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ കോലാലമേട്ടിന് പോവുക ചെയ്ത്. നമ്മളൊരു ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും മേട്ടിലെത്തി. അപ്പോൾ അതുവഴി ഉള്ള കുറച്ച് ബ്യൂട്ടിഫുൾ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു വ്യൂ പോയിൻ്റാണ്. നമ്മൾ നേരത്തെ സൂം ഔട്ട് ചെയ്തൊരു ബിൽഡിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വ്യൂ പോയിൻ്റാണിത്. ഏകദേശം ഇവിടെ എല്ലാവരും തന്നെ നിർത്തി ഒന്ന് റെസ്റ്റ് ചെയ്ത് ഐസ്ക്രീമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് റെസ്റ്റ് ചെയ്തിട്ടാണ് എപ്പോഴും പോകുന്നത്. പക്ഷെ ഞങ്ങളിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ നിന്നില്ല. സമയം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു, ഉച്ചയാവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എത്ര വേഗം കോലാലമേട്ടിന് എത്തണമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിന്ന് നിൽക്കാതെ വന്നു.
നമ്മൾ ഏകദേശം കോലാലമ്മയുടെ എത്താറായി. ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിലൂടെ നമ്മൾ വണ്ടിയിൽ പോരുമ്പോൾ നമുക്ക് അപ്പുറം അതായത് നമ്മുടെ റൈറ്റ് സൈഡിൽ നമുക്ക് മേട്ടിലത്തെ പാറയൊക്കെ ശരിക്കും കാണാം കേട്ടോ. ഞാനത് വീഡിയോ എടുക്കാനായിട്ട് പോയപ്പോഴത്തേക്കും അവിടെ കൃത്യം മരങ്ങൾ വന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല. അവിടെ അതുപോലെ ഒരുപാട് പുതിയ റിസോർട്ടുകളും പുതിയ കുറേ കടകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം 3 വർഷമായിട്ട് എല്ലാ വർഷത്തിലും ഒരു തവണ വരുന്നുണ്ട്. കൊച്ചിനൊക്കെ ഒരു നേർച്ചയായിട്ട് വരുന്നതാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ കൊച്ചത്ര ക്ലിയർ ആയിട്ട് സംസാരിക്കില്ലാത്തത് കൊണ്ട് ഒരു നേർച്ചയായിട്ട് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഒരുപാട് ബിൽഡിങ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും ഒരുപാട് ബിൽഡിങ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് റോഡുകളൊക്കെ നന്നാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ നമ്മൾ മേട്ടിലേക്ക് പോകുന്ന ആ 1 കിലോമീറ്റർ കറക്റ്റ് ഇവിടെ നിന്ന് ഇനി 1 കിലോമീറ്റർ കൊണ്ടുള്ളൂ തങ്ങൾപ്പാറയിലേക്ക്. അപ്പോൾ ആ വഴി ശരിക്ക് നല്ല റോഡല്ല കേട്ടോ, നല്ല റഫായിട്ടുള്ള റോഡാണ്. അതുവഴി പോകാൻ ആ 1 കിലോമീറ്റർ പോകാൻ നമുക്ക് ഇച്ചിരി പാടുപെടും. അതുപോലെയാണ്. പക്ഷെ ബാക്കി എല്ലാവരും തന്നെ കുറച്ച് ഡെവലപ്മെൻ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അവിടെ നിന്ന് കൃത്യം 1 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തങ്ങൾപ്പാറ എത്തിട്ടോ. ഇതാണ് അവിടുത്തെ എൻട്രൻസ്. ഇവിടെ ജസ്റ്റ് ചെറിയൊരു പാസ് ഉണ്ട്. നമ്മൾ പാസ് കൊടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോവാണ്. പിന്നെ ഈ കാണുന്ന പെട്ടിക്കട അത് പണ്ട് തൊട്ടുള്ള പെട്ടിക്കടയാണ് കേട്ടോ. അവിടെ നിന്ന് തണുപ്പുള്ള ജ്യൂസ് കൊച്ചിന് മേടിച്ചു, അവൻ ഉറങ്ങി എണീക്കുമ്പോൾ കൊടുക്കാനായിട്ട്. പിന്നെ വാഷ്റൂമിലൊക്കെ പോയി ഒന്നുമൊക്കെ ചെയ്തിട്ട് കൊച്ച് വീട്ടിൽ കൂടെ ഡ്രസ്സ് ഇട്ടുകൊണ്ടായിരുന്നു വന്നത്. അവൻ്റെ ഡ്രസ്സൊന്ന് മാറ്റി കൊടുത്തു. ഡ്രസ്സ് മാറാൻ സമ്മതിച്ചില്ലായിരുന്നു അവൻ, കാരണം അവൻ ഉറക്കപ്പിച്ചായതുകൊണ്ട് സമ്മതിച്ചില്ല. പിന്നെ പാൻറ്റൊന്ന് മാറിയിട്ടു. താഴെ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് ടൂറിസ്റ്റ് ബസ്സും കാറുകളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഒരുപാട് പേര് തന്നെ ടൂറൊക്കെ ആയിട്ട് വന്നിട്ടുള്ളവരാണ്. പിന്നെ കുറച്ച് പേരാണ് നമ്മുടെ തങ്ങൾപ്പാറയിലേക്ക് വന്നിട്ടുള്ളവർ കേട്ടോ. എന്നാലും അത്യാവശ്യം പേരുണ്ടായിരുന്നു. നമ്മളങ്ങനെ തങ്ങൾപ്പാറ കയറാൻ തുടങ്ങുകയാണ്. നമുക്ക് ആരോ മാർക്ക് ഉണ്ട് കേട്ടോ. ആരോ മാർക്ക് നോക്കിയാണ് നമ്മൾ കയറുന്നത്. ആദ്യമൊക്കെ നടന്നു. വാപ്പിച്ച് ചക്കരച്ചോറും ഹൽവയൊക്കെ കയ്യിൽ പിടിച്ചേക്കാനുണ്ട്. അപ്പോൾ അത് കൊടുക്കാനുള്ള പാത്രവും സ്പൂണും ഒക്കെ ഉണ്ടായിരുന്നു വാപ്പിച്ചരയിൽ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് പിടിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആരോ മാർക്കൊക്കെ നോക്കി തന്നെ നമ്മൾ പയ്യനെ കയറി പോകണം. കുറച്ച് ദൂരം കൊച്ച് നടന്നുള്ളത്. കഴിഞ്ഞപ്പോഴത്തേക്കും വാപ്പിച്ച് അവൻ എടുക്കേണ്ടി വന്നു. അപ്പോൾ വാപ്പിച്ചയുടെ കയ്യിലുള്ള സാധനം ഞങ്ങൾ രണ്ടുപേരും ഞാനും ഉമ്മച്ച് മാറി പിടിച്ചു. ഇതാണ് ആരോമാർക്ക്. ഈ ആരോമാർക്ക് നോക്കി വേണം നമ്മൾ കയറി പോകാൻ. അപ്പോൾ പിന്നെ നമുക്ക് തങ്ങൾപ്പാറ കയറിയിട്ട് അവിടുത്തെ വ്യൂസ് കാണാം കേട്ടോ. മേട്ടിൽ പലവട്ടം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ താഴെയുള്ള ഈ കുളം കണ്ടിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് റീൽസിലാണ് കണ്ടത്. അത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴാണ്, ഇന്ന് വന്നപ്പോൾ ശ്രദ്ധിച്ചപ്പോഴാണ് അത് കണ്ടത്. പിന്നെ ഇവിടെ വന്ന ഒരു മാറ്റമാണ് ഈ കോൺക്രീറ്റ് ഇട്ട ഒരു നടപ്പാത. ഇതില്ലായിരുന്നു, ഇവിടെ മണലായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് ഞാൻ ശരിക്കും ഓർക്കുന്നുമില്ല. ഇവിടെ കുറച്ച് ദൂരം നടപ്പാത ഇട്ടിട്ടുണ്ട്. പിന്നെ എന്തോ പണിയൊക്കെ ഉണ്ടായിരുന്നു, സിമെൻറ്റും കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കുത്തനെയുള്ള കയറ്റമാണ്. അപ്പം കൊച്ചിനെയും കൊണ്ട് കയറാൻ ഇച്ചിരി പാടാണ്. എന്നാലും അവൻ നടക്കില്ലാത്തതുകൊണ്ട് പിന്നെ അവനെ എടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. എനിക്കവനെ എടുത്തുകൊണ്ട് നടക്കാനും പറ്റത്തില്ല, ഉമ്മച്ചി അവനെ എടുത്തുകൊണ്ട് നടക്കത്തില്ല. അതുകൊണ്ട് വാപ്പിച്ച് തന്നെയാണ് അവനെ എടുത്തത്. നമ്മളിവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി പോയാൽ നമ്മുടെ തങ്ങൾപ്പാറ എത്തും. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴേ നമുക്ക് അവിടെ ഉസ്താദ് ദുആ ചെയ്യണേ, ഈ മാസിനോ അതിനൊക്കെ കേൾക്കാട്ടോ. നമ്മൾ ഏകദേശം അവിടെ എത്തി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറുന്നതിന് മുന്നേ ചെരുപ്പൊക്കെ ഊരിടണം. ഇവിടെയും കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്, മിറ്റിലൊക്കെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ ആ കയറി വന്ന പാറയ്ക്ക് ഒട്ടും ചൂടില്ല കേട്ടോ. പാറയിൽ നമ്മൾ ചവിട്ടുമ്പോൾ നമ്മുടെ കാല് പൊള്ളത്തൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ മിറ്റിൽ ചവിട്ടുമ്പോൾ മിറ്റിലിന് ഭയങ്കര ചൂടാണ്. അപ്പോൾ ഒരു മാറ്റമൊക്കെ ഇട്ടിട്ടുണ്ട്. മാറ്റിലൂടെ ചവിട്ടിയാണ് നമ്മൾ വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ മണലായിരുന്നു കേട്ടോ. മണലിനും അത്യാവശ്യം ചൂടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ കയറി വന്ന പാറ ഒട്ടും ചൂടില്ല. നമ്മളെല്ലാവരും തന്നെ ചെരുപ്പ് ഊരിട്ടിട്ടാണ് അവിടെ കയറുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ യാസിനോട് ദുആർന്നു, ഉസ്താദ് ഉണ്ടായിരുന്നു, ഉസ്താദ് ദുആ ചെയ്തു. അപ്പോൾ അവിടെയുള്ള വന്ന എല്ലാവർക്കും നമ്മൾ കൊണ്ടുവന്ന ചക്കരച്ചോറും ഹൽവയൊക്കെ കൊടുത്തു, നേർച്ച പങ്കൊക്കെ കൊടുത്തു.
ഇവിടെ അന്തി ഉറങ്ങിയിട്ടുള്ളത് ഹുസ്രത്ത് ഷെയ്ഖ് ഫരീദുദ്ദീൻ ബാബായാണ്. അദ്ദേഹം ഏകദേശം ഒരു 800 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ വന്ന് ഇവിടെ ഇസ്ലാം പ്രചരിപ്പിച്ച ആളാണ്. അദ്ദേഹം ഒളു എടുക്കാനും കുടിക്കാനും ഒക്കെ വെള്ളം എടുത്തുകൊണ്ടിരുന്നത് ഈ താഴെ കാണുന്ന സ്ഥലത്ത് നിന്നാണ് കേട്ടോ. അവിടെ കുടിവെള്ളം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ വേനലായതുകൊണ്ടാകെ അവിടെ വെള്ളം ഇല്ലാത്തതല്ല, അത് എപ്പോൾ വന്നാലും അവിടെ വെള്ളം ഉണ്ടാവും. അപ്പോൾ നേർച്ചയ്ക്കൊക്കെ ഇവിടെ വന്ന് ചോറ് വയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരെല്ലാം ആ ചെറിയ സ്ഥലത്ത് നിന്നാണ് വെള്ളം എടുക്കുന്നത്. എന്തോരം വെള്ളം എടുത്താലും അവിടുത്തെ വെള്ളം തീരാറില്ല. പിന്നെ വരുന്നവരൊക്കെ കുപ്പിയിലൊക്കെ വെള്ളം നിറച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പം ഞാൻ ഇങ്ങോട്ടൊക്കെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. കുടിവെള്ളം എന്ന് എഴുതിയതൊക്കെ പോയി, അവിടെ വെള്ളം ഇല്ലാത്തതുകൊണ്ടാവും ചിലപ്പോൾ അത് എഴുതി വെക്കാത്ത കേട്ടോ. നമ്മൾ താഴത്തേക്കൊക്കെ അറിയാം. അവിടെയൊക്കെ നിന്നിട്ടുള്ള വ്യൂ പോയിൻ്റ് ഭയങ്കര രസമാണ്. പിന്നെ ഞങ്ങൾ അവിടെ വന്നവർക്ക് എല്ലാവർക്കും ചക്കരച്ചോറ് കൊടുത്ത് ചക്കരച്ചോറ് ഫുൾ ഫിനിഷ് ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ചിറങ്ങി വന്നത്. ആദ്യം തിരക്ക് ഒരുപാട് ആളില്ലായിരുന്നെങ്കിലും ഞങ്ങൾ വരുന്നതിന് മുന്നേ ആയിട്ട് നല്ല തിരക്കായി. നമ്മൾ കൊണ്ടുപോയി നേർച്ചോറ് ഫുൾ എല്ലാവരും കഴിച്ചു. ഇതാണ് നമ്മൾ കയറി വന്ന പാറാട്ടം. നമ്മളിനി ഇത് ഫുൾ ഇറങ്ങിപ്പോവാണ്. ഇറങ്ങിപ്പോകാൻ നമുക്ക് എളുപ്പമാണ്. കയറി വരുന്ന പാടൊന്നുമില്ല. കയറി വരാനെങ്കിൽ പറയുന്ന പാടൊന്നുമില്ല. നമ്മൾ ഈസി ആയിട്ട് കയറി വരും. പിന്നെ ഇറങ്ങിപ്പോകാനും നല്ല എളുപ്പമാണ്. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി ഒരു വണ്ടി കൊതിക്കിടാൻ പറ്റുന്ന സ്പേസിലെത്തിയിട്ട് നമ്മൾ ചോറ് കഴിച്ചു. വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല. ഇത് മൊട്ടക്കുന്നിൻ്റെ അവിടെയുള്ള ഒരു മേള പോലത്തെ സ്ഥലമാണ്. മൊട്ടക്കുന്നിൽ കയറില്ല, അതിനിപ്പുറം ആൾ കളിപ്പാട്ടൊക്കെ മേടിച്ച് വണ്ടിയിൽ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ വേറെ സ്ഥലത്തൊന്നും പോയില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് വരാട്ടെ ചെയ്തത്. വീട്ടിലേക്ക് വരുന്ന വഴി നമ്മൾ കൊന്താലപ്പള്ളി കൂടിയാണ് വന്നത്. വാപ്പിച്ച് വേറെ ഏതോ വഴി കൊന്താലപ്പള്ളി കൂടിയാണ് വന്നത്. അപ്പോൾ നമ്മൾ അവിടെയും കൂടി ഇറങ്ങി യാസീൻ ദുആ ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു. ഏകദേശം ഒരു 5 മണി 5:30 ആയപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് വീടെത്തിയിട്ടോ. കൊന്താലപ്പള്ളിയിൽ നമ്മൾ അധിക സമയമൊന്നും നിന്നില്ല, കുറച്ച് നേരം എന്നുള്ളൂ. കൊച്ചപ്പത്തേക്ക് അവശതയായിരുന്നു. നമ്മളും മടുത്തായിരുന്നു, രാവിലെ പോയതല്ല, മടുത്തായിരുന്നു നമ്മൾ. അപ്പോൾ നമ്മൾ അവിടെ കയറി ഒരു യാസീൻ ഓതി ദുആ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ട്രാവലിംഗ് വ്ലോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നിങ്ങൾ ഇപ്രാവശ്യം വീട്ടിന് പോയിട്ടുണ്ടെങ്കിലും വീട്ടിന് പോകാത്തവരാണെങ്കിലും അല്ലാതെ പോയിട്ടുള്ളവരാണെങ്കിലും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്